അതീതക്കടപ്പാ ആളറിയാമോ? എനിക്കറിയില്ല വന്നില്ലയോ സ്കൂളിൽ വിട്ടുപോയപ്പോഴേ പള്ളിയുടെ വണ്ടി പതിക്കുന്നുണ്ട്. എന്തിനാണ് എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. അങ്ങനാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിന് എന്തോ ഇടപാടാണ് കേട്ടോ. ഞാൻ ഉച്ച കഴിഞ്ഞത് എനിക്ക് സൂപ്പറായിരുന്നു. ബുദ്ധിമുട്ട് എന്നാലും പിന്നെ തലേ ദിവസം ഞാൻ ചെറുപാനെ കഴിച്ചിട്ട് കിടന്നാൽ പോരായിരുന്നു. അപ്പൊ നല്ല പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? ഞാനൊന്ന് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഞാൻ നാളെ നിന്റെ പേപ്പർ മേടിച്ചു. ഇതെങ്ങനെ ഒപ്പിച്ചാൽ നീ 75-3 അത് ഞാൻ കോപ്പി അടിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടിരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടിരുമ്പോ അത് കണക്ക് എന്തിനാ വെട്ടിക്കളയുന്നത്? അത് ഞാൻ മനസ്സിലാട്ടെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് കൊണ്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാൻ ഒപ്പിടത്തില്ലോടാ. സൈനാണോ? മാർക്ക് കുറവായപ്പോഴാണ് ഈ ഷൂ നെറ്റി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പാടാ. നിന്റെ അച്ഛനൊപ്പം നല്ല പഴുതാരം കൊണ്ടുപോലെ ഞങ്ങൾ അച്ഛനിട്ട് നിന്റെ അച്ഛനൊപ്പിട്ട് മേടിച്ചോടാ. ഇതിനകത്തോ സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാത്. ഇല്ല ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ അച്ഛൻ ഒന്ന് പറയടാ. ഞങ്ങളുടെ അച്ഛൻ നിനക്കറിയാൻ പറ്റുള്ളൂ. പന്നിന് സൂപ്പറാണ്. അറിയാൻ കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ് സാർ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ കയറുമ്പോ ഈ ശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കായിട്ട് പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരെല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്ത് ചെയ്തു? ബുധനാഴ്ചയായിരുന്നു. അതൊന്നും മറന്നുപോയി. അപ്പൊ നമുക്ക് സാധനം അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നത്? ഇരിക്കെ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? എന്നെ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഞാൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കും. അതെന്തുകൊണ്ടോ? പ്രസന്ന സാർ ഇതിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണ്? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത. സഞ്ചിത അത് ടൂർ പോയി കൊടുത്തില്ല. വരണമുണ്ടോ? വരുന്നില്ല. സാർ വയ്ക്കും. ഞാനും ഒരു 4 ആയിട്ടേ ഉള്ളൂ. വരണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരണുണ്ടോന്നാ വെച്ചത്. അത് പറയണം. ഇതുവരെ 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരുത്തില്ലേ? നിന്റെ അച്ഛൻ കേൾക്കില്ലല്ലോ. എന്റെ അച്ഛനല്ല കേൾക്കില്ല. ഇവന്റെ അച്ഛനാ കേൾക്കില്ല. നിന്റെ വീടുപണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് എനിക്ക് തല കെട്ടിയാൽ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളുണ്ട്. അതിന്റെ കെട്ടിന് മേച്ചിരിയാൻ കിട്ടുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു വന്ന ടീച്ചറും സാറും എന്തോ വിഷയമായിരുന്നു കേട്ടറിയോ? പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാല ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. നിനക്ക് വിഷയം അറിയണം എന്തോ അതില്ലേ? വിഷയം പറഞ്ഞിട്ടില്ല. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയാമോ വിഷയം? ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഐഡിയ എടുത്തോണ്ട് ഏതൊരു ടീച്ചർ വന്ന് ഗ്രാമം എടുത്തായിരുന്നു. അങ്ങോട്ട് കണ്ടില്ല. ഗ്രാമർ മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല. അതായത് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നത് കേട്ടോ. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശുവിനെ തൊഴിച്ചേ കർമ്മം പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? അതാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്ന്. ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പള്ളി കഴിഞ്ഞാൽ കർമ്മം ചെയ്യും. അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളാവരോട് ഒരു അടിയാതെ കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാട്ടിക്കൊണ്ട് സംസാരിക്കരുത്. പറയാതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് സംസാരിച്ചോളൂ.
കേകയുടെ ലക്ഷണം പറയണം. അങ്ങനെ പറ. കേക. ആ 4 കാലുണ്ട്. മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. മാനിനെ പോലെ കൊമ്പുണ്ട്. കേരയല്ല കേക. കേക. നീ എന്തിട്ട് പറ? നീ പാസ് വിട്ടോടാ. കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 എങ്ങനെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 14 ഒരുത്തവന് കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കം കറക്റ്റാ, ഒടുക്കമോ കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്യാം. അതെന്താ അവിടെ ചെയ്യാത്തതെന്താ? അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചോ. അടുത്തേക്കൊണ്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞ പഠിച്ചോ? മലയാളത്തിലെ പദ്യം അടുത്ത മകളും തിങ്കളും താരങ്ങളും തോളിൽ കതിർ ചിഹ്നം തുങ്ങമ്മ വാണിജ്യോട്ടിൽ ലാളന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ഡല പൂരിയെ ചെല്ലടാ വിളിച്ചല്ലേ ആ മണ്ഡലത്തോട്ട് വരാം. ആ മണ്ഡലത്തോട്ട് വെക്കാം. ഇന്നലെ എന്റെ നെഞ്ചിലെ മണ്ഡലം കണ്ടോ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിഴിയിൽ കമലരവ കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂത്തൊഴിയിൽ പുന്നാരം. ആ പിന്നാരെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നാരെ കൊണ്ട് കൊണ്ടേ ഇതുപോലെ കടവഴിയിൽ കമലത്തളം കമലത്തളമെന്നാണോ? നിനക്ക് സമാധാനമായിട്ടോ? നേരോട് ശ്രദ്ധിക്കും. ആ പുസ്തകം തുടങ്ങിയിട്ട് മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, ആയില്യം. ആയില്യം തന്നെ വെച്ച സാധനം. 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. ഞങ്ങളുടെ 12 കിട്ടിയാ പോലെ. എന്റെ കയ്യിൽ നിന്ന് കേട്ടോ. നമ്മൾ 12 കിട്ടിയാൽ മതി. നീ പറയണ്ട. മലയാളം നാളെ എഴുന്നേറ്റ് പറയുമ്പോൾ മലയാളം നാളെ കേട്ടിട്ടില്ല. അശ്വതി, പഴനി, കാർത്തിക, രോഹിണി, പ്രീന, സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ സാറിന് ഇഷ്ടം പോലെ പറ്റില്ല. മരുന്നിൽ ഇതിനകത്ത് പ്രസവിക്കുമ്പോഴേ ക്ലാസ്സിലെ മഞ്ജുല്ലോ എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. തുറക്കരുത്. പ്രസവിച്ചില്ലല്ലോടാ. ഞാൻ അത് ചുറ്റിനാളെ വെച്ചിട്ട് എന്തോ ഇത് പ്രസവം നിർത്തിയാക്കിയില്ല. അപ്പൊ കുക്കിനകത്തെ മൈപ്പിൽ കൊണ്ടുവന്ന മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് കുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹം സ്വാധീനം നമുക്ക് കഴിയും. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഞാൻ മീൻ കൊണ്ടുവരില്ല. വളരെ ടീച്ചറെ നിങ്ങളുടെ കയ്യില് മൈപ്പീന് പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ടീച്ചർ ഇത് ഹാജരൂക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? ടീച്ചറെ വെച്ചിട്ട് പോകാനോ? വൈകിട്ട് വിളിക്കാനേ. മേടിച്ചോണ്ട് വരുന്നുണ്ടോ? സംസാരിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് വിളിക്കട്ടെ. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാം. അവിടെ പോയി കൊണ്ടുപോകുമ്പോ സൗകര്യമാവല്ലോ. ഈ അടി ഞാൻ തരുന്നത് ആ മലയാളത്തെ പുസ്തകം
കേട്ടു. ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പം പേര് എന്തെങ്കിലും ചോദിക്കും. പേര് അങ്ങനെ ചോദിക്കണം. ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. ഹിന്ദി പോയ ഹിന്ദി പോയ എടുത്തിട്ടുണ്ട്. അതിന്റെ ആദ്യം ഒന്ന് സാറേ, അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാം. ആബോ മിൽക്കർ ഗായ ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആബോ മിൽക്കർ ഗായ ഗീത്, ഗായ ഗീത് ബജായ ഗീത്, ഗായ ഗീത് ബജായ ഗീത്, ആബോ മിൽക്കർ ഗായ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാണെന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയ കൊണ്ട് ഓട്ടത്തുള്ളതാണ് പോയി ഒരു ഓട്ടത്തുള്ള രീതിയിലുള്ള പാട്ട്. കേട്ടോ? ആ ഇത് പുസ്തകം എടുക്കാം. അകലെ എന്നോട് എഴുതട്ടെ. ആ 4 പട്ടിക 4 ഒരു 4 4 ഒരു 4 4 24 4 4 കിടന്നാല് 4 24 8 പട്ടിക 8ന്റെ പണിയായത്. 8 പട്ടിക 8ന്റെ 8 16. അതെ 8 16 മൂക്കെട്ട് നോക്കട്ടെ. മര്യാദക്ക് 2 പേര് നാളെ പട്ടിയെ പഠിച്ചോണ്ടോ? പഠിച്ചോട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? അതിനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ശാസ്ത്രത്തിന്റെ സർവ്വം. ഹലോ, വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ്, വനജ ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് ടീച്ചറെ മാറിയോ? അപ്പൊ പുതിയത് വന്നു. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പൊ പുതിയതിനകത്ത് മാറ്റമുണ്ടെന്നാ പിതാവ്. സിലബസ് മാറിയില്ല. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കൽ 2 താന്നുണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാണ് അദ്ദേഹം? വെടിക്കെട്ട് കണക്കിന് ബുക്ക് എടുത്തു. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടിട്ട് ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടിട്ട് ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? പുത്തമ്പത്തേരി. മൈസൂർ. അതും പറഞ്ഞു പറഞ്ഞ പുസ്തകത്തിൽ കഴിഞ്ഞ് അതിനെ കയറി പറഞ്ഞേ അതിപ്പോ ബാക്കിയെ പറയാനുള്ളൂ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പില്. പോലീസുകാരല്ലേ? പോർച്ചുഗീസുകാർ അതെനിക്കറിയില്ല. കപ്പയെ കൊണ്ടും കൊഴുകി തെറ്റ് പായിക്കറി കിടക്കാനാണ് അവര് വന്നത്. അങ്ങനെ പായിക്കപ്പല്. ഞാൻ ഉദ്ദേശിച്ചത് ISROയുടെ പിതാവ് ആര് പറ? അനന്ത് പറ. ഇവന് ഞാനോ? ISROയുടെ പിതാവ്. എപ്പോ സാറ് അതിന്റെ അന്നേരം അയ്യോ സാറോ വിക്രം സാരാഭായ്. അയ്യോ ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഭാര്യമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളാണ്. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിൻദാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ശരിയായിട്ടില്ല. പഠിക്കണം. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 നീയാണ് പറയുന്നത്. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൻ, വൻമരം, ചീത്തയാണത്. ഞാൻ
തെറ്റിക്കരുത്. ഇല്ല രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞേ. കുട്ടപ്പനാര് കുട്ടപ്പൻ ഇല്ല, കുട്ടാപ്പൻ. ചരിഞ്ഞിരിക്കുന്ന പിസ പിസ വിസയല്ല, ബർഗർ. അത് തിരിഞ്ഞ സാധനമാണ്. എടാ അതിന്റെ പേരെന്തോന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയില്ല, നാടും പറഞ്ഞു. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തോ? കുഴപ്പമില്ല. എന്തോ പറഞ്ഞ സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അനുഭവപ്പെടാനില്ലെന്ന ടീച്ചർ. അവിടെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുത്ത ഭാഗത്ത് അവിടെ ചീറ്റിട്ടിട്ടില്ല സാറേ. കൂടുതലാണ് കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ നീ പോയി എവിടെ ഇത് ലഭിക്കുന്നത് നോക്കാം. അമ്മ മഴയെ തറപ്പോ അത് വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലയോ? ഇറങ്ങി വേണ്ട. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ടോ എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോലെ ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കണ ലക്കണ. ലക്കണ എന്നാ ലക്കടി. ഞാൻ ആരെയും പോലും വിളിക്കില്ല. ഞങ്ങളമ്മ അങ്ങനെ പറയാൻ ഞാൻ പഠിപ്പിക്കുന്നു. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാമോ? സാറേ എനിക്കൊരു സംശയം. എനിക്ക് സംശയം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാകെ. ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തമ്പി. അത് എന്റെ വീട്ടുപേരാണ്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരല്ല. എന്തുവന്നു എന്തിനു വരുവാണ് നീയൊക്കെ? സത്യം പറഞ്ഞിട്ടില്ല. നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്കും. മടക്കി വെക്കും. ബയോളജിയുടെ പുസ്തകം. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? അപ്പൊ ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആനന്ദ് വരച്ചോണ്ട് ശരിയാണ്. കൈ നീട്ടി. കൈ നീട്ടാ. എന്തിനാണെന്നറിയാമോ? കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ കൊച്ചി കനിമയുടെ പടം വരച്ചോണ്ട് വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിക്കനിമയുടെ പടം വരച്ചത്. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞ കൈവിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്ത് പറയും? എന്തോ പറഞ്ഞാൽ സാറേ പോകുന്നു. ഫിസിക്സ് എന്ന് പറയുന്നത് ഞാൻ പറയുമോ? ചാറ് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നലെ പറ്റില്ല. എന്തോ പ്രശ്നമായിരുന്നു. ഞാൻ ഏതാണ്ട് പറഞ്ഞു. ഞാൻ അച്ഛൻ പോലും ഓടില്ല. ഞാൻ പറയുന്നില്ല. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അങ്ങനെ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി അതിന് ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് എഴുതി. പിന്നെന്ത് വെച്ചേ? ഗ്രാവിറ്റി. ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കും. കേന്ദ്രത്തിലേക്ക്. ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കാം. അപ്പൊ ഇനി ഇത്രയും മതി. സ്റ്റാർട്ട്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, കേട്ടോ? നമുക്ക് കുറച്ചു നേരം ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടം വരയ്ക്കും. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ്. കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഒരു ഞാൻ പറയുന്നൊരു ചിത്രം അവിടെ പോകുന്നതിന് വരച്ചേ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയില് ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും. അത് പറ്റും. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ്. പെട്ടെന്ന് ആറ്റുകട്ടിയിൽ നിന്നെ കിടത്തി ഉറക്കില്ല കവിത്തടങ്ങ് ശലഭമായി ഞാൻ സൂര്യകാന്തികൾ. ചൂണ്ടയിടുന്നത് മീനെ പിടിക്കുന്നത് ചൂണ്ടയിടുന്നത് ചൂണ്ട മനുഷ്യനെന്തേ
ഈ മഴയത്തായ അവിടെ ഇരിക്കാനുള്ള വള്ളപ്പരെ പോയിക്കൊള്ളു. എന്റെ ദൈവമേ, ഇവിടെ എന്തോടെ കളിച്ചു നോക്ക്. എനിക്കറിയാവുന്ന ഒരാളെ എന്നാ വരച്ച പുള്ളിക്ക് പനി. പോയി പോയി എന്നെ ഇങ്ങനെ നന്നാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ വേണം. അയ്യോ അങ്ങനെ ഞാൻ പറയുന്ന ചിത്രം ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് പെട്ടെന്ന് തുടങ്ങി. സമയമില്ല, ഇപ്പൊ വെള്ളടിക്കാതെ പാവം പിടിച്ചോന്റെ ആണ്. പാവം പിടിച്ച വീട്ടിന്റെ അത് അവൻ വലിച്ചോണ്ട് നീ അവിടെ ഇരിക്കുക. നിന്നോട് പറഞ്ഞു നീ കളിച്ചു കളിച്ചോളെ. എങ്ങനത്തെ സാറെ പാവപ്പെട്ടവരുടെ വീടല്ലേ? ലൈഫ് ലൈനിന് കിട്ടിയത് ഒരു ഗതുവേ കിട്ടിയുള്ളൂ. സാറെ പാവം പിടിച്ചവന്റെ വീടും കുത്തുകൊണ്ട് സാറിന് അറിയാവുന്നതാണ്. തല വെട്ടി എത്ര നാളെ കിടക്കുന്നുണ്ട്. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുകയാണ്. ദുഃഖ വാർത്തയാണ്. 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോകും. അയ്യോ, അത് പറഞ്ഞാൽ അതിന് മനസ്സിലായി. ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോകുന്നു. എന്നാ വല്ല കടം വല്ലോ കാണും. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം. വീട്ടിൽ അപ്പുറത്തെ ക്ലാസ്സിൽ അതെല്ലാം പൂവത്തുണ്ടാക്കി വെക്കത്തില്ലോടാ. വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച് സാറല്ലോടാ. എന്തോടെ പറഞ്ഞത്? സാറ് മരിക്കാൻ പോകുന്നു. ഞാൻ മരിക്കാൻ പോവാന്നാണോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. ഓ, എന്തുവാണ് അത് പറഞ്ഞാൽ പോലും മനസ്സിലാവത്തെ. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. അല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അകത്ത് ഇപ്പുറത്ത് പോടാ. അവിടെ ഒതുങ്ങാതെ. എടാ, നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടി. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടന്നു. സാർ ഇവിടെ കിടന്ന് ഇങ്ങനെ തലത്താതെ ഇവിടെ ആയിരത്തോടെ തല ഇവിടെ ആപ്പിളോടാ തെറിച്ചു പോയെ. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ എന്നാ കാര്യം പറഞ്ഞിട്ട് പോയി നിങ്ങൾ നന്നാക്കത്തില്ലേ?